ഹായ് ഓൾ, നമ്മൾ ഇന്ന് +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബൌട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ഫേസസ് ഉണ്ട്: ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെൻറ്റ് ഫേസ്. ഒക്കെ ഇനി നമുക്ക് പറയാനുള്ളത് ഈവൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. 3 ഇവൻസ് ഉണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഈ 3 ഇവൻസും നടന്നെങ്കിലേ എന്തുണ്ടാവൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, സോ വി ആർ ഗോയിങ് ഫോർ പ്രീ ഫെർട്ടിലൈസേഷൻ. സോ പ്രീ ഫെർട്ടിലൈസേഷൻ്റെ 2 സ്റ്റെപ്പാണ് ഗാമറ്റോജനസിസും ഗാമേറ്റ് ട്രാൻസ്ഫറും. സോ പ്രീ ഫെർട്ടിലൈസേഷൻ്റെ 2 ഉണ്ട്. ആരൊക്കെയാണ്? ഗാമറ്റോജനസിസ് ആൻഡ് ഗാമേറ്റ് ട്രാൻസ്ഫർ. സോ ഗാമറ്റോജനസിസ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഗാമറ്റോജനസിസ് എന്ന് പറയുന്നത്. ഗാമേറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് എന്നാട്ടോ. ഗാമേറ്റ് എപ്പോഴും N ആയിരിക്കും, 2-1 അല്ല. ഗാമേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് N ആയിരിക്കും. ആൻഡ് gametes may be homogametes, കണ്ട ഒരുപോലെ ഇരിക്കുന്നവർ ലൈക്ക് എൻ ആൽഗെ ഓർ ഹെട്രോഗാമെറ്റ്സ് ലൈക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. മോസ്റ്റ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. സോ ഗാമെറ്റ്സ് ഒന്നെങ്കിൽ ഹോമോഗാമെറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെട്രോഗാമെറ്റ്സ് ആയിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. മെയിൽ ഗാമെറ്റ്സ് എന്തൊക്കെയാണ്? ആന്തറോസോയിഡ്സ് ഓർ സ്പേം. ഫീമെയിൽ ഗാമെറ്റ്സ് ആ എഗറോവം. സോ മെയിൽ ഗാമെറ്റ്സ് എന്താണ്? ആന്തറോസോയിഡ് ഓർ സ്പേം. Female gamete it is egg or ovum. Okay. Plants may be bisexual or unisexual flower. So plants ഒന്നെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ ഉണ്ടാകും, അതല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ ഉണ്ടാകും. ബൈസെക്ഷൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്താണ്? ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. അത് രണ്ടും ഒരേ സെയിം ഫ്ലവറിൽ കാണുന്നതാണെങ്കിൽ ഇറ്റ് ഇസ് ബൈസെക്ഷൽ. അതായത് നോക്കിയേ, ബൈ 2 സെക്സ് ഓർഗനും ഒരേ ഫ്ലവറിൽ കാണുന്നതാണെങ്കിൽ ഇറ്റ് ഇസ് ബൈസെക്ഷൽ. ഇഫ് ഇറ്റ് ഇസ് യൂണിസെക്ഷൽ, ഓൺലി 1 സെക്സ് ഓർഗൻ ഇൻ 1 ഫ്ലവർ. സോ മെയിൽ മാത്രമാണെങ്കിൽ നമ്മളതിനെ സ്റ്റാമിനേറ്റ് എന്നും, ഫീമെയിൽ മാത്രമാണെങ്കിൽ നമ്മളതിനെ പിസ്റ്റുലേറ്റ് ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ ഇനിയുള്ള സെക്ഷൻ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഫ്ലവറിനെ പറ്റിയാട്ടോ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് പ്ലാന്റ് ആണ്. ഫ്ലവർ ചിലപ്പോൾ യൂണിസെക്ഷൽ ആണെങ്കിലും പ്ലാന്റ് മൊണീഷ്യസ് ആകാം, അല്ലെങ്കിൽ ഡയേഷ്യസ് ആകാം. സോ ഫ്ലവർ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് ഓർഗൻ, ഒരു സെക്സ് പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിലും അവരുടെ പ്ലാന്റ് ചിലപ്പം മൊണീഷ്യസോ ഡൈഷ്യസോ ആകാം. അതായത് ഒരു പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും ഉണ്ടാകാം. ചിലപ്പോൾ മെയിൽ മാത്രമായിരിക്കും, ചിലപ്പോൾ ഫീമെയിൽ മാത്രമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. സോ ഇത് മൊണീഷ്യസ് ഓർ ഡൈഷ്യസ്. സോ മൊണീഷ്യസ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഇൻ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവറുണ്ട്, ഫീമെയിൽ ഫ്ലവറും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മൊണീഷ്യസ് എന്നാണ് പറയും. മൊണീഷ്യസ്. സോ ബൈസെക്ഷൽ മൊണീഷ്യസ്. ബൈ മോണോ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മോണോ. ബൈസെക്ഷലും മൊണീഷ്യസും എപ്പോഴും ഒന്നിച്ചായിരിക്കും. സോ മെയിലും അവർ യൂണിസെക്ഷൽ തന്നെ ആണെങ്കിലും, ചില പ്ലാന്റ്സ് യൂണിസെക്ഷൽ ആണെങ്കിലും അവരെന്തുണ്ടാകും? മൊണീഷ്യസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഇൻ സെയിം പ്ലാന്റ്, ഒരേ പ്ലാന്റ് ഉണ്ടാകും. എക്സാമ്പിൾ നമ്മളുടെ കോക്കനട്ട് അതുപോലെ കുക്കുർബിറ്റിലൊക്കെ എങ്ങനെയാണ്? ഒരേ പ്ലാന്റ് തന്നെയാണ് മെയിലും ഫീമെയിലും കാണുന്നത്. പക്ഷേ സംടൈംസ് ഇറ്റ്സ് മേ ബി ഡിഫറെൻറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്. 2 ഡിഫറെൻറ്റ് പ്ലാന്റിലായിരിക്കും ചിലപ്പോൾ മെയിലും ഫീമെയിലും കാണുന്നത്. എക്സാമ്പിൾ ഡേറ്റ് പാം, പപ്പായ. ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഡേറ്റ് പാം. നമ്മളുടെ ജാതിക്കക്ക് പെൺജാതി മരമുണ്ട്, ആൺജാതി മരമുണ്ട് ഏകദേശം. അതുപോലെ നമ്മുടെ പപ്പായയും പെണ്ണും ഉണ്ടാകും, ആൺമരവും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഏകദേശം കുറച്ചൊരു ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. അടുത്തടുത്ത് ഉണ്ടാകും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു മെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അധികവും മെയിലിനെ ഉണ്ടാക്കാറില്ല, കാരണം നമുക്ക് യൂസ് ഉണ്ടാവില്ല. പക്ഷേ യൂസ് ഉണ്ടാണെങ്കിൽ മെയിലിൻ്റെ പ്ലാന്റ് വേണം. പക്ഷേ ഒരു മെയിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ കുറേ ഫീമെയിലിൻ്റെ പോളിനേഷൻ നടക്കും. സോ ഒരു മെയിലും
കുറേ ഫീമെയിലിനും കൂടി പോളിനേഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്തായാലും മെയിലും ഫീമെയിലും വേണം. സോ അടുത്ത എവിടെയെങ്കിലും ഒന്നൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ ഒന്നൊക്കെ മതിയാവും. പക്ഷേ ഫീമെയിലാണ് കൂടുതലും എല്ലാവരും പ്ലാൻ ചെയ്യുക. പക്ഷേ ഫീമെയിൽ മാത്രമായാലും നമുക്ക് യൂസ് ഉണ്ടാവില്ല. സോ എന്താണ് ഡേറ്റ് പാം, ജാതിക്ക നിങ്ങൾക്ക് അറിയില്ല. അതുപോലെ പപ്പായ എങ്ങനെയാണ് മെയിലും ഫീമെയിലും രണ്ട് പ്ലാന്റ് ആയിട്ടാണ് കാണുന്നത്. ഇനി വേറൊരു ഇതാണ് മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് യൂണിസെക്ഷൽ ആയിരിക്കും. ഒട്ടുമിക്ക ആനിമൽസ് ഞാൻ പറയുമ്പോൾ യൂണിസെക്ഷൽ ആയിരിക്കും. ഇങ്ങനെ മെയില് വേറെയും ഫീമെയിൽ വേറെയൊക്കെ ആയിരിക്കും. ഇനി അതിനൊരു ചില എക്സെപ്ഷൻസ് ഉണ്ട്. സം ആനിമൽസ് ലൈക്ക് നോക്കിക്കോളി, പേര് നോക്കിക്കോളി. ലീച്ച്, സ്പോഞ്ചസ്, ടേപ്പ്വർം ആൻഡ് earthworm are bisexual. മോസ്റ്റ്ലി ആനിമൽസ് ഒക്കെ എങ്ങനെയാണ് യൂണിസെക്ഷലാണ്. പക്ഷേ ഈ എക്സാമ്പിൾ ഇത് പഠിച്ചു വെക്കുക. ലീച്ചസ്, സ്പോഞ്ചസ്, ടേപ്പ്വർം ആൻഡ് earthworm are bisexual. അങ്ങനെ ഉള്ള കണ്ടീഷനാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ്. സോ ബൈസെക്ഷൽ ഇങ്ങനെ ഒരു ലീച്ച്, സ്പോഞ്ച്, ടേപ്പ്വർം ആൻഡ് earthworm ഒക്കെ ബൈസെക്ഷൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്. ഇത് ഹെർമാഫ്രോഡൈറ്റ് നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. സ്പോഞ്ചസ് ഒക്കെ ഹെർമാഫ്രോഡൈറ്റ്സ് ആണെന്നൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൽ എന്തായാലും പഠിച്ചിട്ടുണ്ട്. ഐ നോ ദാറ്റ്. സോ ഗ്യാമേറ്റ് പറയുന്നതിന് മുമ്പ് ഈ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കി. ഇതാണ് ഹോമോഗ്യാമേറ്റ്സ് എന്താണ് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഐസോഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ ഹോമോഗ്യാമേറ്റ്സ് എന്നാട്ടോ പറയും. സോ ഐസോഗ്യാമേറ്റ്സ് ഇൻ ക്ലാഡോഫോറ. ഇത് ക്ലാഡോഫോറയാണ്. ക്ലാഡോഫോറ പറയുന്നത് ഒരു ആൽഗയാണ്. ഇത് ഹെട്രോഗ്യാമേറ്റ്സ് ഇൻ ഫ്യൂക്കസ് ആണ്. ഫ്യൂക്കസും ഒരു ആൽഗയാണ്. കണ്ടോ, ഒരാൾ ചെറുതും, ഇതിൻ്റെ കളർ മാറ്റി കാണിച്ചു തരാം. ഒരാൾ ചെറുതും ഒരാൾ വലുതുമല്ലേ. അപ്പം എന്തായിരിക്കും, സൈസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ദേ ആർ ഹെട്രോഗ്യാമേറ്റ്സ്. ഇത് രണ്ടാളും ഒരുപോലെ ആയതുകൊണ്ട് ദേ ആർ ഹോമോഗ്യാമേറ്റ്സ്. ഇത് നമ്മളുടെ ഹ്യൂമൻ എഗ്ഗും സ്പേമുമാണ്. ഇവരും എങ്ങനെയാണ് ഹെട്രോഗ്യാമേറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇറേസ് ചെയ്താട്ടെ. എക്സാമ്പിൾ നിങ്ങൾ ഓരോരോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള ഓരോ ഫിഗറും നോട്ട് ചെയ്യുക. അതിൻ്റെ അടിയിൽ എക്സാമ്പിളിൻ്റെ പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ ഗ്യാമേറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ദി ആർ ഹാപ്ലോയിഡ് ആണ്. കളർ ഒന്ന് മാറ്റിക്കളാം. ആൻഡ് ആർ ഫോംഡ് ബൈ മൈറ്റോസിസ്. ചിലരെല്ലാം മൈറ്റോസിസ് ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ പാരൻറ്റ് ബോഡി ഹാപ്ലോയിഡ് ആണെങ്കിൽ അവർ മൈറ്റോസിസ് ആയിരിക്കും നടക്കുന്നത്. ഇപ്പം ഒരു പാരൻറ്റ് ആണെങ്കിൽ അവർ ഡിവിഷൻ അല്ല നടക്കുക, അവർ നേരിട്ട് മൈറ്റോസിസ് വഴി തന്നെയാണ് ഉണ്ടാവുക. ഇനി മിയോസിസ് ആയിരിക്കും. മിയോസിസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് 2n ആണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. ഇത് മിയോസിസും ഇത് മൈറ്റോസിസും. സോ മൈറ്റോസിസ് എപ്പോഴാണ് നടക്കുക? ഇഫ് ദ പാരന്റ് ഇസ് ഹാപ്ലോയിഡ്. മിയോസിസ് എപ്പോഴാണ് നടക്കുക? ഇഫ് ദ പാരന്റ് ഇസ് diploid. Okay, if parent is haploid it is mitosis, and if the parent is diploid meiosis occur. In diploid organisms higher plants and animals ഒക്കെയാണ് diploid എന്ന് പറയുക. gametes are formed by meiosis. ഞാനിപ്പോൾ പറഞ്ഞു. that is reduction division of specialized cells called gamete mother cells. myocytes എന്നൊക്കെ പറയും. അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഗ്യാമീറ്റ് മദർ സെല്ലിനെയാണ് നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നതെന്ന്. സോ ഈ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്ന ഒരു ഫിഗറാണ് ഇത്. ഒരു കോളം ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ക്രോമസോം നമ്പർ എപ്പോഴും 2n ആണ്. അതുപോലെ ഗ്യാമേറ്റ് എപ്പോഴും n ആയിട്ടുമാണ് കാണുന്നത്. ഇപ്പോൾ ഇത് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഹ്യൂമൻ ക്രോമസോം എന്ന് പറയുന്നത് 46 ഉണ്ട്. ആൻഡ് മിയോസൈറ്റ്സിലിട്ടോ അതിൻ്റെ ഗ്യാമേറ്റ് എത്രയുണ്ട്? 23 പെയർ ഓഫ് ക്രോമസോം, അതായത് 46 ക്രോമസോം. ഓക്കെ, ഹൗസ് ഫ്ലൈൻ്റെ 12 ആണെങ്കിൽ അവരുടെ ഗ്യാമേറ്റ് എത്രയായിരിക്കും? 12ൻ്റെ പകുതി, അപ്പോൾ 6. ഓക്കെ, 6 ആണ് ഇത്. പിന്നെ റാറ്റ് ആണെങ്കിൽ ഇത് ഇവിടെ ഗ്യാമേറ്റ് 21 ആണ്. അപ്പം മിയോസൈറ്റ്സ് മദർ സെൽസ് എത്ര ഉണ്ടാകും റാറ്റിൻ്റെത്? യെസ്, ഇതിന് ഡബിൾ, ഇറ്റ് ഇസ് 42. ഡോഗിൻ്റെ മിയോസൈറ്റ്സ് 72 ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാമേറ്റ് എത്ര ഉണ്ടാകും? യെസ്, ഇറ്റ് ഇസ് 39. ഇനി ഇതിൻ്റെ ക്യാറ്റിൻ്റെത് ഗ്യാമേറ്റ് 19 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ഇവിടെ ഉണ്ടാകും മിയോസൈറ്റ്സിൽ. അപ്പോൾ എത്ര ഉണ്ടാകും? 19ൻ്റെ ഡബിൾ എത്രയാണ്? 38. ഇനി ഫ്രൂട്ട് ഫ്ലൈൻ്റെത് 8 ഉള്ളൂ മിയോസൈറ്റ്സ്. അപ്പോൾ ഇവിടെ എത്രയേ ഉണ്ടാകുള്ളൂ? 4 മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇനി ഒഫിയോഗ്ലോസം നോട്ട് ചെയ്ത് വെക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട്, കാരണം ഏറ്റവും ഈ വലിയ നമ്പർ ഇതായതുകൊണ്ട്. 630 ഗ്യാമറ്റ്സ് ഉണ്ടെങ്കിൽ 1260 ആണ് കേട്ടോ. 1260 എന്തുണ്ട്? മിയോസൈറ്റ്സ് ഉണ്ട്. ആപ്പിളിന് 34 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാകും? അതിന് നേരെ പകുതി 17 എണ്ണേ ഉണ്ടാവുള്ളൂ. ഇനി റൈസിന് 12 ഗ്യാമേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാകും? 24. മെയ്സിന് 20 ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാകും? അതിൻ്റെ പകുതി 10. ഓക്കെ. അതുപോലെ പൊട്ടറ്റോക്ക് 24 ഗ്യാമേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തോരം ഉണ്ടാകും? 48 ഉണ്ടാകും. ബട്ടർഫ്ലൈ 360 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാകും? 190 ഉണ്ടാകും. അതുപോലെ ഓണിയൻ ഗ്യാമേറ്റ് 8 ആണെങ്കിൽ മിയോസൈറ്റ്സ് എത്ര ഉണ്ടാകും? 16. സോ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് മിയോസൈറ്റ്സ് 2n ആയിരിക്കും, അതുപോലെ ഗ്യാമേറ്റ്സ് എന്നും ആയിരിക്കും. സോ നിങ്ങൾക്ക് ഗ്യാമേറ്റ്സ് ആണോ മിയോസൈറ്റ്സ് ആണോ തന്നതെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. ഇത് ഏർത്ത് വാം എന്താണ്? ഒരു ഹെർമാഫ്രോഡിറ്റാണ്, ബൈസെക്ഷലാണ്. പിന്നെ എല്ലാത്തിൻ്റെയും നെയിം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നല്ലോണം വായിച്ചു നോക്കുക. സെക്കൻഡ് വൺ ഇതൊരു ഏർത്ത് വാമിൻ്റെ ഉള്ളിലുള്ളതാട്ടോ. നിങ്ങൾ ഇതൊന്നും നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത് ഇങ്ങനെ ഫിഗർ തന്നാൽ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇറ്റ്സ് ഇസ് ബൈസെക്ഷൽ ആനിമൽ, ഏർത്ത് വാം. രണ്ടാമത്തത് നിങ്ങൾ ഈ എന്താ നോക്കേണ്ടതെന്നറിയോ? ഈ കോക്രോച്ചിനെ നോക്കിക്കേ. കോക്രോച്ചിൻ്റെ മെയിലാണിത്, ഫീമെയിലാണിത്. സോ യൂണിസെക്ഷൽ ആനിമൽ ആട്ടോ കോക്രോച്ച്. കാരണം എന്താണ്, മെയിൽ വേറെയും ഫീമെയിൽ വേറെ ആയതുകൊണ്ട് ഇറ്റ് ഇസ് യൂണിസെക്ഷൽ ആണ്. പിന്നെ ഇതൊന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ഈ ഒരു ഫിഗറിൽ മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഊഗോണിയം ആന്തറീഡിയത്തിൻ്റെ മുകളിലാണ്. സോ ഊഗോണിയം എബോ ആന്തറീഡിയം. ഇത് കാര എന്ന് പറയുന്ന ചെടിയാണ്, ഒരു ആൽഗയാണ്. ഏത്? കാര എന്ന് പറയുന്ന ആൽഗയിൽ ഊഗോണിയം ഇസ് എബോ ആന്തറീഡിയം. ആന്തറീഡിയത്തിൻ്റെ മുകളിലായിട്ടാണ് ഊഗോണിയം കാണപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. പിന്നെ ഇത് മാർക്കൻഷ്യയാണ്. മാർക്കൻഷ്യൻ്റെ ഫീമെയിലും മെയിലും. മാർക്കൻഷ്യൻ്റെ ഫീമെയിലിൻ്റെ ഫ്ലവർ ഭയങ്കര ഭംഗിയുള്ളതുപോലെയും മെയില് കുറച്ചൊരു അഗ്ലി ലുക്കുമായത്, അങ്ങനെ വിചാരിച്ച് പഠിച്ചാൽ മതി ഈ പിക്ചറൊക്കെ ചോദിച്ചെടുത്താക്കുമ്പം. പിന്നെ നിങ്ങൾ ഈ ഫ്ലവർ ഇത് ഫ്ലവറാന്ന് നമുക്കറിയാം, എന്താണ് ഡൈഷ്യസ് പ്ലാന്റ് എന്താ ബൈസെക്ഷൽ ഫ്ലവറാണെന്നറിയാം. പക്ഷേ ഇതിന് അതിനേക്കാട്ടും ഇമ്പോർട്ടൻറ്റ് ബൈസെക്ഷൽ സ്വീറ്റ് പൊട്ടറ്റോ എന്നും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ നെയിം 2 ഓപ്ഷൻ ഉണ്ട്, ബൈസെക്ഷൽ ഫ്ലവർ എന്നിട്ട് വേറെ ഏതോ ഒരു ഫ്ലവറിൻ്റെ പേരും സ്വീറ്റ് പൊട്ടറ്റോവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനും ഏതായിരുന്നു എന്ന്. സോ ഇനി കൺഫ്യൂഷൻ ആവരുത്. എല്ലാ ഫിഗറിൻ്റെയും അടിയിൽ കൊടുത്തിട്ടുള്ള കോളങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. സോ ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ, ബൈസെക്ഷൽ ഫ്ലവർ ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ. ഇനി ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ആണ്. സോ നമുക്കറിയാം പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസിന് 2 ഉണ്ട്, ഗ്യാമറ്റോജനസിസും ഗ്യാമേറ്റ് ട്രാൻസ്ഫറും. ഇനി ഗ്യാമേറ്റ് ഉണ്ടായ ഗ്യാമേറ്റ്സിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. ദ പ്രോസസ് ബൈ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ബ്രോട്ട് ടുഗെദർ ഫോർ ഫെർട്ടിലൈസേഷൻ. മെയിൽ ഗ്യാമേറ്റിനെയും ഫീമെയിൽ ഗ്യാമേറ്റിനെയും ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. In majority of organisms, male gamete is motile and female gamete is non-motile. ഒട്ടുമിക്കത്തിലും അങ്ങനെയാണ്. മെയിൽ എപ്പോഴും മോട്ടയിലായിരിക്കും, ഫീമെയിൽ എപ്പോഴും നോൺ മോട്ടയിലായിരിക്കും. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ആരാണ്? ഫ്യൂ ആൽഗി ഫംഗൈ. അവരിൽ 2 പേരും, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, 2 പേരും എന്താണ്? മോട്ടയിലാണ്. In several simple plants like algae, bryophytes, pteridophytes, gamete transfer take place through water. ചില നോക്കിയ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സിലൊക്കെ എങ്ങനെയാണ്? വാട്ടർ വഴിയാണ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗ്യാമേറ്റ്സ് ഫെയിൽ ടു റീച്ച് ഫീമെയിൽ ഗ്യാമറ്റ്സ്. ഇപ്പോൾ വെള്ളത്തിൽ കൂടെ ആണെങ്കിൽ നമുക്ക് എവിടെയാണ് മെയിൽ എവിടെയാണ് ഫീമെയിൽ എന്ന് നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അവരങ്ങ് റിലീസ് ചെയ്താൽ ചിലപ്പം ഫീമെയിൽ എത്താം, ചിലപ്പോൾ എത്തിയില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരില്ലേ? കാരണം പ്രോജനി ഉണ്ടാവില്ലല്ലോ, ഓഫ് സ്പ്രിങ്സ് കുറയില്ലേ. സോ അതാണ് പറയുന്നത് മെയിൽ ഗ്യാമറ്റ്സ് ഫെയിൽ ടു റീച്ച് ദ ഫീമെയിൽ ഗ്യാമറ്റ്സ്. അതുകൊണ്ട് തന്നെ ടു കോമ്പൻസേറ്റ്, അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാവാറെന്ന് വെച്ചാൽ
a number of male gametes produced several thousand times the number of female gametes produced. എത്ര ഫീമെയിൽസ് ഗാമീറ്റ് ഉണ്ടോ അതിൻ്റെ 1000 ടൈംസ് ആയിട്ട്, അതായത് 1000 ടൈംസ്, ആയിരക്കണക്കിന് എന്തുണ്ടാകും, മെയിൽ ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻ സീഡ് പ്ലാന്റ്സ് മെയിൽ ഗാമേറ്റ്സ് ആർ ക്യാരിഡ് ടുവേർഡ്സ് ഫീമെയിൽ ഗാമേറ്റ്സ്. അങ്ങനെ മെയിൽ ഗാമേറ്റ്സ് ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ അടുത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പോളിനേഷൻ എന്ന് പറയുക കേട്ടോ. ഇത് പോളിനേഷൻ. മെയിൽ ഗാമേറ്റ്സിൻ്റെ അടുത്ത് ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ അടുത്തേക്ക് ഇൻ സീഡ് പ്ലാന്റ്സ് മെയിൽ ഗാമേറ്റ്സ് ആർ ക്യാരിഡ് ടുവേർഡ്സ് ഫീമെയിൽ ഗാമേറ്റ്സ്. ആരാണ് മെയിൽ ഗാമേറ്റ്സ്? പോളൻ ഗ്രെയിൻസ് ആണ് കേട്ടോ. പോളൻ ഗ്രെയിൻസ് ഫീമെയിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ പോളിനേഷൻ. ഈ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് നോക്കിക്കോളി. ഹോമോ ഗാമറ്റ്സ് ആണ്. അതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഫിഗറും കാണാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലിട്ടോ, ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ജെർമിനേറ്റിംഗ് പോളൻ ഗ്രെയിൻസ് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളത് ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ നോക്കിക്കോളൂ. ഫെർട്ടിലൈസേഷൻ ഓർ സിങ്കമി, അതിൻ്റെ വേറെ പേരാണ് സിങ്കമി, ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ടു ഫോം സൈഗോട്ട്. 2 ഫ്യൂഷൻ വേണ്ട കേട്ടോ, ഒരു ഫ്യൂഷൻ മതി. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. സൈഗോട്ട് വിൽ ഡെവലപ്പ് ഇൻ ടു യങ് വൺ. ഇവിടെ സൈഗോട്ട് എന്തായിട്ട് മാറും? യങ് വൺ ആയിട്ട് മാറും. ആൻഡ് ഇൻ സം ഓർഗാനിസംസ് ലൈക്ക് റോട്ടിഫർ, ഹണിബി, ലിസാർഡ്സ് ആൻഡ് ടർക്കി. സോ ചില ഓർഗാനിസം ആയിട്ടുള്ള റോട്ടിഫർ, ഹണിബി, ലിസാർഡ്സ് ആൻഡ് ടർക്കിയിൽ ഫ്യൂഷൻ നടക്കത്തില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കത്തില്ല. ഫീമെയിൽ ഗാമേറ്റ്സ് സ്വന്തമായിട്ട് തന്നെ എന്തുണ്ടാകും, ന്യൂ ഓർഗാനിസത്തിന് പ്രൊഡ്യൂസ് ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. So the female gamete will develop into a new organism without fertilization is called the parthenogenesis. In most aquatic organisms such as majority of algae, fishes, amphibians, syngamy occurs in external medium. നമുക്കറിയാം ഫിഷസിലൊക്കെ വാട്ടറിലാണ് ഫ്യൂഷൻ നടക്കുന്നത്. സോ ദേ ആർ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അങ്ങനെ വാട്ടറിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ എക്സ്റ്റേണൽ മീഡിയത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ offsprings are extremely vulnerable to predators threatening their survival up to adulthood. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ മീനൊക്കെ വിചാരിച്ചു നോക്കി, ഒരു ചെറിയ മീൻ ഉണ്ടായാൽ അത് വലിയ മീൻ വന്നിട്ട് അതിനെ കഴിച്ചു കളയില്ലേ. അപ്പോൾ അതന്നെയാണ് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി വൾനറബിൾ ടു പ്രിഡേറ്റേഴ്സിന് നന്നായിട്ട് എന്താ പറയുക, മറ്റുള്ളവർ അതിനെ കഴിക്കും. അപ്പോൾ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളതാണ്. ജീവിക്കോ മരിക്കോ എന്ന് വരെ പേടിയുണ്ടാകും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ. In many terrestrial organisms belonging to fungi, higher animals such as reptiles, birds, mammals, majority of plants like bryophytes, gymnosperm and angiosperm, syngamy occurs inside the body of organism. സോ ഒട്ടുമിക്ക ഹയർ ആനിമൽസ് പ്ലാന്റ്സിലും അതുപോലെ ബ്രയോഫൈറ്റ്സ്, ജിംനോസ്പേമിലും അതുപോലെ അങ്ങനത്തെ റെപ്റ്റൈൽസും ബേർഡ്സ്, മാമൽസിലൊക്കെ എങ്ങനെയാണ് ഇൻസൈഡ് ദ ബോഡി. അതുകൊണ്ട് നമ്മൾ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയാറ്. ഓക്കെ, അടുത്തതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ 2 ഇവൻറ്റ്സ് ഉണ്ട്. ഇത് സൈഗോട്ടും അതുപോലെ എംബ്രിയോജെനസിസും. സൈഗോട്ടിൽ തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ യൂണിവേഴ്സലി ഓൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. സൈഗോട്ട് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അത് എല്ലാവർക്കും, അതിനി ആപ്ലോയിഡ് മദർ അവർ പാരൻ്റ് ആപ്ലോയിഡ് ആണെങ്കിൽ സൈഗോട്ട് ആപ്ലോയിഡ് ആണെന്നില്ല. അല്ല, എല്ലായിടത്തും സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും. നമ്മൾ പറയാറില്ലേ ഗാമേറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആണെന്ന് പറയും പോലെ സൈഗോട്ട് എപ്പോഴും ഡിപ്ലോയിഡ് ആണ്. In organism with external fertilization, zygote is formed in external medium. സോ വാട്ടറിലൊക്കെയാണ് എക്സ്റ്റേണൽ. ഈ ഫിഷുകളും അതുപോലെ തവളക്കുന്നില്ലേ എന്താ എനിക്കത് അറിയില്ല. ഓക്കെ, സോറി. എന്തായാലും ടാഡ്പോളൊക്കെ എന്താന്ന് വേറെ അവരൊക്കെ ഇങ്ങനെ വാട്ടറിലല്ലേ സൈഗോട്ട് ഉണ്ടാകുന്നത്. അതെന്തായാലും ദോസ് എക്സിബിറ്റിംഗ്
സോ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നവർക്ക് സൈഗോട്ട് ഉണ്ടാകുന്നത് എക്സ്റ്റേണൽ മീഡിയത്തിലായിരിക്കും. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നവർക്ക് സൈഗോട്ട് ഇസ് ഫോംഡ് ഇൻസൈഡ് ദ ബോഡി. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം ഇതിൽ ഞാൻ എഴുതിയിട്ടില്ല. സൈഗോട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? സൈഗോട്ട് ആക്ടേഴ്സ് a vital link that ensures the continuity of species. ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റീനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരാണ് പറയാറ്? സൈഗോട്ട്. ഒരു സൈഗോട്ട് ഇല്ലെങ്കിൽ അടുത്ത സ്പീഷീസ് ഇല്ല. സോ സൈഗോട്ട് എൻഷുവേഴ്സ് ദി ഇറ്റ് ഈസ് ദ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്. ഇനി അടുത്തത് എംബ്രിയോജനസിസ് ആണ്. ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുന്നത്, ആദ്യം ഉണ്ടാകുന്ന ആൾ സൈഗോട്ടായിരിക്കും. സൈഗോട്ടിൽ നിന്ന് പിന്നെ എംബ്രിയോ ഉണ്ടാകുന്നതിനാണ് നമ്മൾ എംബ്രിയോജനസിസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എംബ്രിയോജനസിസ് സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. സോ എംബ്രിയോജനസിസ് സംഭവിക്കുമ്പം സൈഗോട്ട് സെൽ ഡിവിഷനും അതുപോലെ സെൽ ഡിഫറൻസിയേഷനും നടക്കും. ആനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഓവിപാരസ് ആൻഡ് വിവിപാരസ് ബേസ്ഡ് ഓൺ വെദർ the development of zygote take place outside the body of female or inside. സോ ഫീമെയിലിൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓവിപാരസും വിവിപാരസുമായിട്ട് പറയാം. എങ്ങനെ? എന്തിൻ്റെ സൈഗോട്ട് ഉണ്ടാകുന്നത് ഇപ്പം? സോ ഓവിപാരസ് എന്ന് പറയുന്നത് എഗ് ലേയിങ് ആണ്. സോ ഇൻ ആനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ദ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ കവേർഡ് ബൈ hard calcareous shell and are laid in safe place in the environment. After the period of incubation, young one hatch out. നമുക്കറിയില്ലേ കോഴി മുട്ടയിടുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് കാൽക്കാരസ് ഷെല്ലിലായിരിക്കും. അതുപോലെ ഇതിന് സേഫ് പ്ലേസ്, ഒരു സേഫായിട്ട് ആരും കാണാത്തൊരു സ്ഥലത്തൊക്കെ കോഴി വന്നിട്ട് മുട്ടയിടുക. അതുതന്നെ ഇൻ എ സേഫ് പ്ലേസ് ഇൻ ദ എൻവയൺമെൻറ്റ്. ആഫ്റ്റർ ദ ഇൻക്യുബേഷൻ യങ് വൺസ് ഹാച്ചസ് ഔട്ട്. ഈ കോഴി അടയിരിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ കാലം, കുറേ മീൻസ് 22 ദിവസം ഇരുന്നിട്ടാണ് ഒരു കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞായിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ ഇൻക്യുബേഷനിൽ ഇരുന്നിട്ട് യങ് വൺസ് ഉണ്ടാകുന്നത്. വിവിപാരസിൽ പക്ഷെ അങ്ങനെയല്ല. മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു യങ് വൺ ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ. ഫീമെയിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഓവിപാരസിൽ ഫീമെയിലിൻ്റെ പുറത്താണ് ഉണ്ടാകുന്നത്. പുറത്ത് ഉണ്ടായിട്ട് നമ്മൾ അതിനെ പുറത്ത് തന്നെ നോക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൈൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ദ യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം. പിന്നെ ഈ ഓവിപാരസിനെയും കാട്ടിലും വിവിപാരസ് ആയിട്ടുള്ള യങ് വൺ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ എംബ്രിയോണിക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ചാൻസ് ഓഫ് സർവൈവൽ ഓഫ് യങ് വൺ ഇസ് ഗ്രേറ്റർ ഇൻ വിവിപാരസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും അനക്കൊക്കെ വന്നാൽ പൊട്ടിപ്പോകില്ലേ? അപ്പം അവരുടെ ലൈഫ് അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ inside our body they are very safe. So chance of survival of young one is very greater in viviparous. ഇനി ഇൻ പ്ലാന്റ്സിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സൈഗോട്ട് ഉണ്ടാകുന്നില്ലേ? ഈ സൈഗോട്ട് ഇസ് ഫോംഡ് ഇൻസൈഡ് ദ ഓവ്യൂളാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഓവറിൻ്റെ പുറത്തുള്ള തിക്ക് വാൾ എന്താണ്? പെരികാർപ്പൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്രൂട്ട് വാൾ. ആൻഡ് ആഫ്റ്റർ ഡിസ്പേഴ്സൽ സീഡ് terminate. After dispersal, seeds germinate under favorable conditions to produce ഇവിടെയുള്ള പോയല്ലോ ഞാൻ ഈ പറഞ്ഞുതരാം. ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ. ഈ MCQ ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എസ് എന്ന് പറയുന്നത് സീഡും പി എന്ന് പറയുന്നത് പെരികാർപ്പുമാണ്. സോ എങ്ങനെയാണ് ഒരു പ്ലാന്റിലാണെങ്കിൽ സൈഗോട്ട് എംബ്രിയോ ആയിട്ടും ഓവ്യൂള് സീഡായിട്ടും ഓവറി ഫ്രൂട്ടായിട്ടും തിക്ക് വാൾ അതിൻ്റെ ഫ്രൂട്ട് വാൾ എന്താണ്? പെരികാർപ്പായിട്ടും മാറും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. വെരി ഈസി ചാപ്റ്ററാണ്. നല്ലോണം പഠിക്കാൻ, നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ, നീറ്റ്
കുറേ എന്താ പറയുക MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും നീറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. താങ്ക് യു സോ മച്ച്.